നമസ്കാരം. സ്റ്റഡി പ്ലാൻ വിത്ത് ദേവൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ സ്മാർട്ട് വർക്കിൻ്റെ കാലമാണല്ലോ. എല്ലാവരും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് PSC ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ എന്നെ കഴിയുന്ന രീതിയിൽ ഞാനും സഹായിക്കാം. ഇന്ന് ഞാൻ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. വൈക്കം സത്യാഗ്രഹം ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തിയത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം. ഇന്ത്യയിലെ ആദ്യത്തെ അയിത്തത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവ മേനോൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ എത്ര പേരാണ് ഒപ്പുവെച്ചത്? 23,000 പേര്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നു T രാഘവയ്യ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ദിവാനായിരുന്നു ME വാട്സ്. തുടങ്ങുമ്പോൾ T രാഘവയ്യയും അവസാനിക്കുമ്പോൾ ME വാട്സും. എത്ര ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്? 603 ദിവസം. വൈക്കം സത്യാഗ്രഹ സ്മാരകം നിലവിൽ വരുന്നത് വൈക്കത്ത് തന്നെയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു TK മാധവൻ. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ വർഷം 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളും മറ്റു റോഡുകളും ജാതിമത വ്യത്യാസമില്ലാതെ സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? N കുമാരൻ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.